കൃപ ചെയ്തതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. एक और सवेरा प्रभु ने हमें दिया है। हमें प्रभु की उपस्थिति पर सिर्फ बात करते हैं। ആ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ വചന ശുശ്രൂഷയെ വാഴ്ത്തി അനുഗ്രഹിക്കണം. हम प्रार्थना करेंगे, पवित्र पिता, इस वचन की सेवकाई को आप आशीषित करें। ആ, വൈദ്യുതിയും വെളിച്ചവും ഇന്റർനെറ്റും അത് കൃത്യമായി പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കണം. बिजली और इंटरनेट की सेवकाएं और सब कुछ जो तकनीकी विषय हैं वो अच्छे से काम करने के लिए प्रभु आप सहायता करें। പിതാവേ, ശുശ്രൂഷയുടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും ജനം കേൾവിക്കാരായ ജനം അനുഗ്രഹിക്കപ്പെടുവാനും മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. प्रभु सेवकाई से आपके नाम की महिमा होने पाए, सुनने वाले लोगों के जीवन में एक आशीष का कारण रहने पाए, यीशु के नाम से मांगते हैं, सुन दया से कबूल कर, आमीन। ഇന്ന് നാം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ. आज हमने मनन के लिए लिया हुआ वचन है लूका रचित सुसमाचार उसका 13 अध्याय उसका 11 और 12 वचन। അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ തൂങ്ങിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. यहाँ इस प्रकार लिखा है कि वहाँ एक स्त्री थी जिसे 18 वर्ष से एक दुर्बल करने वाली दुष्टात्मा लगी थी और वो कुबड़ी हो गई थी और किसी रीति से सीधी नहीं हो सकती थी। यीशु ने उसे देखकर बुलाया और कहा, हे नारी, तू अपनी दुर्बलता से छूट गई। യേശുക്രിസ്തുവും ശബ്ബത്ത് നാളിൽ ദേവാലയത്തിൽ പോകുക പതിവായിരുന്നു. यीशु मसीह सबत के समयों में आराधनालय में जाना यीशु मसीह आमीन हमेशा जाया करते थे। അപ്പോൾ ഒരു ദിവസം അവിടെ കൂനിയായിട്ടുള്ളതായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. एक समय एक दिन जब वे आराधनालय में पहुंचे तो वहां पर एक कुबड़ी हुई स्त्री वहां पर आई हुई थी। അവര് 18 വർഷമായിട്ട് ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്തതായ സ്ത്രീയായിരുന്നു. और यहाँ लिखा गया है कि उसे 18 वर्ष से एक दुर्बल करने वाली दुष्ट आत्मा लगी थी और वह कुबड़ी हो गई थी। അവരെ സംബന്ധിച്ചിടത്തോളം അതെ, നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ആരെയും കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. उस स्त्री संबंधित यदि ये बात को पूछा जाए तो वो कभी भी सीधी खड़ी नहीं रह पाती थी या किसी को वो सही से देख नहीं पाती थी। അവർ വളരെയധികം ശാരീരികമായിട്ട് ക്ലേശിച്ചിരുന്നു എങ്കിലും മുടക്കം കൂടാതെ പതിവായിട്ട് എല്ലാ ആരാധനയിലും അവൾ സംബന്ധിച്ചിരുന്നു. उस शरीर में बड़े क्लेश को वो अनुभव करती थी, परंतु वचन में यहाँ पर पढ़ते हैं कि वो निरंतर नियमित रीति से आराधनालय में आराधना में भाग लेती थी। അത് 18 വർഷമായിട്ട് ഇവർ ഈ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു. और इतिहास या वचन कहता है कि 18 वर्ष से ये जो स्त्री हैं ऐसे कष्ट में से होकर जा रही थी। ആം, എന്നാൽ നിരന്തരമായിട്ട് ആരാധനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവൾ വാസ്തവമായിട്ടും ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചതായ ഒരു സ്ത്രീയായിരുന്നു. निरंतर रीति से आराधना में शामिल होने से एक बात हमें समझ में आता है कि ये जो स्त्री थी वे प्रभु यीशु मसीह में दृढ़ विश्वास करने वाली एक स्त्री रही हैं। അവളുടെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം കാണുന്ന ദൈവം നിശ്ചയമായിട്ടും അവളെ വിടുവിക്കുക തന്നെ ചെയ്യും. और उस स्त्री की जो यीशु मसीह पर विश्वास जो है और उस विश्वास के गहराई के कारण निश्चय उसे परमेश्वर छुड़ाएगा। അവള് അന്നത്തെ ദിവസം താൻ വരേണ്ട
സ്ഥലത്ത് വരേണ്ട സമയത്ത് തന്നെ എത്തിയിരുന്നു. उस दिन जो थी कि वो जहाँ पे पहुंचना चाहिए था, जिसके पास पहुंचना चाहिए था, वो वहां पर पहुंच चुकी थी। അവൾ അന്ന് വിശിഷ്ടാതിയായിട്ട് വന്നിരിക്കുന്ന യേശുവിനെ അവൾ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. और उस दिन जो है आराधनालय में विशेष रूप से अमीन जो एक एक गेस्ट के रूप में आया हुआ यीशु मसीह को उसने ध्यान नहीं दिया था। എന്നാൽ ഇത്രയും ശാരീരികമായ ബലഹീനതയോട് കൂടിയും ആരാധനയ്ക്ക് വന്നിരിക്കുന്നതായ ആ സ്ത്രീ യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. परंतु इतने शारीरिक दुर्बलता से बलहीन अवस्था में आई हुई यह स्त्री को यीशु मसीह ने ध्यान दिया। അത് അവളുടെ വിടുതലിന്റെ ദിവസമായിരുന്നു. और ये उस स्त्री का छुटकारे का एक दिन ठहरा था। യേശു അവളെ അരികിൽ വിളിച്ചു. यीशु मसीह उसे अपने पास बुलाता है। യേശു പറഞ്ഞു, ആ, നി- നി- ആ, നീ സ്വതന്ത്രയായിരിക്കുന്നു, സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. यीशु कहता है कि तू स्वतंत्र हो चुकी है या तेरा बीमारी चंगाई हो गया है। യേശു അവളുടെ തലയിൽ തന്റെ കരം വെച്ചു. और यीशु मसीह ने उस स्त्री के सर पर अपना हाथ को रखा। ഇങ്ങനെയുള്ളതായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ യേശുവിന് കാരണമായി തീർന്ന യേശുവിൻ്റെതായ മനസ്സലിവായിരുന്നു. ऐसा एक कार्य करने के लिए कारण यह हुआ है क्योंकि यीशु मसीह उस स्त्री पर दया या तरस करने वाला एक व्यक्ति था। യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം രോഗികളും വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായ ജനത്തെ കാണുമ്പോൾ അവൻ വളരെ മനസ്സല്ലിയുള്ളവനായി തീർന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു എന്നാണ്. और यीशु मसीह की सेवकाइयों में हम ये बात को जरूर देख पाते हैं कि यीशु ने अपने सेवकाइयों के बीच में ऐसे बीमार लोगों को देखकर यीशु मसीह तरस खाता था और उन्हें चंगाई देता था। അവൾ നിരന്തരമായിട്ട് ദൈവത്തെ തന്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ ആരാധിച്ചതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അന്നത്തെ ദിവസം അവൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. और निरंतर रीति से अपने परिस्थितियों को ध्यान ना देते हुए प्रभु की आराधना करने के कारण जिस दिन यीशु मसीह वहां पहुंचा था, परमेश्वर ने उसके ऊपर ध्यान दिया और प्रभु ने उसको चंगाई भी किया। അത് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പരിസ്ഥിതികൾ ഏറ്റവും മോശമായിരിക്കുന്ന സന്ദർഭങ്ങളിലും ആരാധന നാം ഉപേക്ഷിക്കുവാൻ പാടില്ല. हमारे भी जीवन में हमें ये बात को ध्यान रखना है कि हमारी परिस्थिति जब बिगड़ी हुई स्थिति में हो, उस समय में भी हमें आराधनाओं को तुच्छ नहीं समझना है। അവൾ യേശുവിനെ കണ്ടില്ല എങ്കിലും യേശു അവളെ കണ്ടു. उस स्त्री ने यीशु मसीह को ना देखा था, परंतु यीशु ने उस स्त्री को देख लिया था। പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നെടുവേർപ്പെടുന്നതിന് പകരം നാം ദൈവമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ കാണുന്നുണ്ട്. और अपने प्रश्नों को देखने से भी बढ़कर यदि हम परमेश्वर की उपस्थिति में जाते हैं तो निश्चय रूप से परमेश्वर हमें देख लेते हैं। നാം ദൈവത്തെ ആരാധിക്കുന്നതിലും സേവിക്കുന്നതിലും നിശ്ചയമായി ഒരു പ്രതിഫലമുണ്ട്. और निश्चय रीति से प्रभु की आराधना करने के लिए और प्रभु का सेवा करने के बीच में परमेश्वर हमें अपना प्रतिफल को देता है। ആരാധനയുടെ കാര്യത്തിൽ ഈ സ്ത്രീ ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയില്ലായിരുന്നു. आराधना संबंधित बातों में ये स्त्री जो है कभी भी किसी भी प्रकार की लापरवाही उन्होंने नहीं किया था। അവർക്ക് മറ്റുള്ളവരോട് യഥേഷ്ടം സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും ഒക്കെയുള്ളതായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. और ये स्त्री जो है दूसरों लोगों से बात करने के लिए या उनसे संपर्क करने के लिए इसे शारीरिक रूप से बहुत तकलीफ हुआ करता था। ആ സ്ത്രീയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു രോഗാത്മാവ് അവളെ ആം, ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. और इस स्त्री का असली परेशानी जो थी वो यह रहा कि एक आमीन दुर्बल करने वाली आत्मा जो है उसे शारीरिक रीति से बहुत कमजोर कर रहा था।
അതാണ് അവളുടേതായ ആ, ബുദ്ധിമുട്ട്, ബന്ധനം എന്ന് പറയുന്നത് ആ സാത്താൻ എന്നുള്ളതായ ഒരു ആത്മാവാണ്. और इस मीन स्त्री के जीवन की तकलीफ या इसके जीवन के बंधन क्या है पूछा जाए, तो वहां पर वचन लिखता है कि एक दुर्बल करने वाली दुष्ट आत्मा उसी के अंदर थी। അവൾ നിസ്സഹായയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളതായ അസാധ്യമായിട്ടുള്ളതായ ഒരു സാഹചര്യമാണ് അവൾ നേരിട്ട് കൊണ്ടിരുന്നത്. वो असहाय अवस्था में रही और बड़े मुश्किल और तकलीफ वो अपने जीवन में झेल रही थी। നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ചില കഷ്ടതകളും ബുദ്ധിമുട്ടുകളുടെയും രോഗങ്ങളുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനിൽ നിന്നുള്ളതായ ആത്മാവാണ്. और कई बार हमारे जीवन में आने वाली दुख और दर्द और मुश्किल या बीमारियों के पीछे अधिकांश समय काम करने वाला दुष्ट की आत्मा का कार्य रहता है। നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് കർത്താവ് അറിയുന്നുണ്ട്. हमारी आवश्यकता क्या है, आमीन, वो परमेश्वर जानता है। നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. हमारा प्रार्थनाओं में आमीन परमेश्वर का कान खुला भी रहता है। ദൈവം തന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ വെച്ചിരിക്കുന്നു. परमेश्वर अपना जो दृष्टि जो है अपने भक्तों के ओर लगाए रहते हैं। അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആരാധനയും സ്തുതി സ്തോത്രങ്ങളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. इस कारणवश हमारी प्रार्थना, हमारी स्तुति और हमारे हर एक गीत जो है, हमारी सब कुछ परमेश्वर की उपस्थिति में वे पहुंचते हैं। ഈ ദുരാത്മാവിനെ ആ, നമ്മളാരും കാണുന്നില്ല എങ്കിലും ആ, അതിന്റെ അതിന്റെ ഇഫക്റ്റ് അത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കടന്നുകൂടിയാൽ ഉണ്ടാകുന്നതായ ദോഷങ്ങള് എന്താണെന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ये दुष्ट आत्माओं को हम कहीं पर भी देख नहीं पाते हैं, परंतु एक व्यक्ति के अंदर ये दुष्ट आत्माएं आ जाती हैं तो उसके द्वारा होने वाले जो समस्याएं हैं या उसके द्वारा वो व्यक्ति उठाने वाला कष्टों को हम देख पाते हैं। അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും ദുരിതങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായ അന്ധകാരത്തിന്റെ ശക്തികളാണ്. और इसलिए याद रखना है कि हमारे कष्ट और हमारे दुविधा के बीच में आमीन काम करने वाला जो भी कार्य है वो शैतान का ताकत रहता है। യേശുവിന് സാത്താന്റെ മേൽ അധികാരമുണ്ട്. यीशु मसीह शैतान के ऊपर अधिकार रखता है। ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ളതായ പിശാചിനാൽ ബാധിക്കപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നതായ ശാരീരികമായിട്ട് പല വൈകല്യങ്ങൾ അനുഭവിക്കുന്നതായ അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. आज भी अपने आसपास में शैतान के द्वारा और अनेक ऐसे शारीरिक तकलीफों को उठाने वाले अनेक लोगों को हमारे आमीन आसपास में हम देख पाएंगे। അവളുടെ നിവർത്തുവാൻ കഴിയാതിരുന്നതായ ആ ശരീരത്തെ നിവർത്തുവാൻ തക്കവണ്ണം ആ വിടുതലോടുകൂടി അവൾക്ക് കഴിയും. उस स्त्री जो है वो कुबड़ी अवस्था में कभी भी वो सीधे नहीं रह पाती थी, ऐसे तकलीफ को परमेश्वर ने उसके जीवन से दूर कर दिया। ഒരു പക്ഷേ ഇതുപോലുള്ളതായ കുഴഞ്ഞ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. हो सकता है कि आप में से कई लोग ऐसे उलझी हुई स्थिति में से होकर जा रहा हो। അവളുടെ ജീവിതകാലം മുഴുവനും അവൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആളുകൾ വിധി എഴുതി. और उसके जीवन काल भी वो इसी प्रकार की अवस्था में रहेंगी, ऐसे लोगों ने उसके ऊपर लेख लिख कर रखे थे। എന്നാൽ ആ ദിവസം അവളുടേതായ ദിവസമായിരുന്നു. परंतु आमीन वो दिन जो था वो उसी के लिए ठहराया हुआ दिन है। പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നായിരുന്നു അവളുടെ വിടുതൽ. और जो है आमीन आमीन उसने भी आमीन अपेक्षा नहीं किया था, ऐसे तुरंत उसके जीवन में उसे चंगाई प्राप्त हुआ था। നമ്മുടെയും ജീവിതങ്ങളിൽ നാം നിരന്തരമായി പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു.
और आमीन निरंतर रूप से यदि हम प्रार्थना में अपने जीवन में हम आमीन प्रभु को ताकते रहते हैं तो अचानक से परमेश्वर का एक बड़ा छुटकारा, एक चंगाई हम अपने जीवन में आमीन प्राप्त कर पाएंगे। അവൾക്ക് ഒരു വലിയ സൗഖ്യമുണ്ടായത് അത് ആ, ഒരു നല്ല വാർത്തയായിരുന്നു. അന്ന് ആരാധിക്കാൻ വന്ന എല്ലാ ആളുകൾക്കും അതൊരു അത്ഭുത വിഷയമായി അവർ ദൈവത്തെ സ്തുതിച്ചു. उसके जीवन में एक बड़ी छुटकारा होने का ये जो कब्र ये जो समाचार हैं, ये एक बड़ी आमीन लोगों को आश्चर्य करने वाला एक विषय था उसके जीवन में और आए हुए लोगों के जीवन में। ഇതുപോലുള്ളതായ അത് ആം, രക്ഷപ്പെടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മിൽ പലരും കടന്നു പോകുന്നുണ്ടായിരിക്കാം. हो सकता है कि आप हम में से भी अनेक लोग ऐसे कोई बचा नहीं पा रहा है, ऐसी स्थितियों में से होकर जाने वाली अवस्थाएं रहेंगे। വചനം പറയുന്നത് നാം നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. वचन हमें ये बात को याद दिलाता है कि हमें निराश होकर बैठने की आवश्यकता नहीं, परमेश्वर से कोई भी बात असंभव नहीं है। ആ, നിങ്ങളെ കുഴഞ്ഞ ചേറ്റിന്റെ അവസ്ഥയിൽ നിന്നും ആ, അതെ തല ഉയർത്തുവാൻ തക്കവണ്ണം സഹായിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. आपके भी जीवन में आमीन उलझी हुई स्थिति में से आपके सिरों को ऊंचा कराने के लिए हमारा परमेश्वर सामर्थी है। അന്നത്തെ ദിവസം അവർ ഒരു സദ്വർത്തമാനം കേട്ടു. അതുപോലെ സുവിശേഷം, അതെ നല്ല വർത്തമാനം നമുക്കും കേൾക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. उस दिन उन लोगों ने एक अच्छा समाचार को सुना। ऐसे हमारे भी जीवन में ऐसे समाचार को सुनने के लिए परमेश्वर हमारे जीवन में काम करने पाए। ജീവിതത്തിൽ മുറിവേറ്റ വ്യക്തിയായിരിക്കാം നിങ്ങൾ. हो सकता है कि आप अपने जीवन में चोट पाए हुए एक व्यक्ति हो, അല്ലെങ്കിൽ പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയായിരിക്കാം. या फिर हो सकता है कि आप पाप के बंधन में उलझे हुए स्थिति में आज आप अपने आप में ആ, पा रहे हो। ആ കുഴഞ്ഞ അവസ്ഥയിൽ നിന്നും സ്വയം എത്രമാത്രം വിഷമിച്ചിട്ടും ആ അഡിക്ഷൻസിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. हो सकता है कि ऐसे उलझी हुई स्थिति में कितने भी हमने कोशिश किया हो, हम अपने उस ऐसी स्थिति में से बाहर ना आ पाए, ऐसे अवस्था में होंगे। കുഴഞ്ഞ ചെറ്റിന്റെ അവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ തക്കവണ്ണം യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. और आमीन उलझी हुई स्थिति में से हमें छुड़ाने के लिए केवल यीशु मसीह से ये संभव हो सकता है। പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നാം അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല, മറിച്ച് യേശുവിന്റെ ഒരു സ്പർശനം മതിയും ഒരു വിടുതൽ ഉണ്ടാകുവാൻ. अपने प्रश्नों का आमीन हल हमें पाने के लिए यहाँ वहाँ आमीन भटकते रहने की आवश्यकता नहीं है। यीशु के पास यदि आप आते हैं तो आपके उस समस्याओं का हल को आप ले जा सकते हैं। സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നിങ്ങൾക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ അത് യേശുവിന്റെ അടുക്കലേക്ക് വരിക. आप परिस्थितियों के दबाव के कारण आप कभी भी सीधे नहीं खड़े रह पा रहे हैं, ऐसी स्थिति में आपके जीवन आप उलझे हुए हैं, तो आप यीशु के पास आए तो आपके जीवन में परमेश्वर का बड़ा छुटकारा को देख पाएंगे। നിസ്സഹായമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ നാം കർത്താവിന്റെ അടുക്കലേക്ക് വരിക. आप यदि अमीन बड़े अमीन असहाय परिस्थिति में से होकर जा रहे हैं तो यीशु मसीह के पास आए, यीशु मसीह आपके जीवन में छुटकारा देगा। അവളുടെ നിന്ദയും അവളുടെ നിരാശയും ഒക്കെയും യേശു മാറ്റിക്കൊടുത്തു. उसकी जीवन में जो निंदा थी और उसके जीवन में जो निराशा छाई हुई थी, उसी सबको यीशु ने हटा दिया। ഈ പൈശാചികമായിട്ടുള്ളതായ ഇടപെടൽ നിമിത്തം അപ്പോസ്തലനായ പൗലോസിനും തന്റെ ശരീരത്തില് തനിക്ക് വളരെ വേദന അനുഭവിക്കേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ऐसे शैतान के कार्यों के कारण हम देखते हैं कि प्रेरित पौलुस को भी अपने जीवन में इसी प्रकार के शारीरिक क्लेशों को अनुभव करना पड़ा। തന്റെ ശരീരത്തിൽ
തന്നെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം സാത്താന്റെ ദൂതനെ തന്നെ അയച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. और पौलुस खुद ये बात का जिक्र करता है कि उसके शरीर को आमीन ताड़ना देने के लिए शैतान को आमीन या आमीन शैतान के दूत को भेजा गया है, ऐसे वो वहां एक जगह बताते हैं। യോബിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോഴും തന്റെ ജീവിതത്തിലും തന്റെ ശരീരത്തിലും തന്റെ സമ്പത്തിലും ഒക്കെ വലിയ നാശം വരുത്തുന്നതിന് പിശാച് इടപെടുകയുണ്ടായി. अय्यूब के जीवन में भी आप देखेंगे तो अय्यूब के जीवन में और अय्यूब के परिवार में बड़े आमीन नष्ट को और बड़े कष्ट को ले आने के लिए शैतान ने उसके जीवन में कार्य किया। എത്രമാത്രം പീഡനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എങ്കിലും, എത്രമാത്രം നഷ്ടങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എങ്കിലും താൻ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ നിന്നും അണുവിട പിന്മാറുന്നതിന് തയ്യാറായില്ല. कितना भी कष्ट और कितना भी आमीन नष्ट उसे अपने जीवन में अनुभव करना पड़ा, फिर भी वो परमेश्वर के प्रति जो विश्वास में से कभी भी पीछे हटना नहीं चाहा। ആ ദൈവഭക്തനെ ദൈവം പിന്നത്തേതിൽ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. और हम आखिरी में देखते हैं कि वो परमेश्वर के भक्त को परमेश्वर ने उसकी आखिरी समयों में दोगुना आशीषों से प्रभु ने उसको भर दिया। ഒരിക്കൽ ഒരു പിതാവ് ചന്ദ്രരോഗം ബാധിച്ച് വളരെ ബുദ്ധിമുട്ടിലായ തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. एक बार एक पिता ने अपने बेटे को, जो आमीन एक प्रकार की बीमारी से वो ग्रसित था, उसे यीशु मसीह के पास, यीशु मसीह के चेलों के पास चंगाई के लिए ले आया। അവന്റെ രോഗത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ദുരാത്മാവായിരുന്നു. और उस लड़के के उस बीमारी के पीछे काम करने वाला एक दुष्ट आत्मा की शक्ति थी। എന്നാൽ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു എങ്കിലും അവിടെ ഒരു വിടുതലും സംഭവിച്ചില്ല. यहाँ पर हम देखते हैं कि यीशु मसीह के चेलों ने प्रार्थना तो किया, परंतु वहां एक छुटकारा वो अपने जीवन में नहीं देख पाए। അതൊരു പ്രശ്നമായിട്ട് അവിടെ തിരികെയും ആം, ആം, പള്ളിപ്രമാണികളും പരീക്ഷന്മാരും ഒക്കെയും വലിയ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതിന് ഇടയാക്കിയിരുന്നു. ये अमीन यीशु मसीह के चेलों के द्वारा जो नाकामी के कारण वहां पर एक बड़ी समस्या उठने लगे, और वहां के जो आराधनालय के जो वरिष्ठ लोग हैं या वहां के शास्त्री लोग जो हैं, वे आपस में बातों या बहस का कारण बन गया। തൻ്റെ മകന്റെ ജീവിതത്തിലുണ്ടായതായിട്ടുള്ളതായ വേദന നിറഞ്ഞതായ പൈശാചി ആക്രമണം നിമിത്തം ആ പിതാവ് വളരെ വേദനയോടുകൂടിയും ആ മകനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. अपने बेटे के द्वारा होने वाली इस तकलीफ और आमीन मुश्किलों को देखते हुए, और आमीन इस समस्याओं का एक हल पाने के लिए उस पिता ने अपने बेटे को यीशु मसीह के पास लेकर आए। അപ്പോൾ തന്നെ ആ മകന് ശരീരത്തില് വലിയ വിടുതൽ യേശു നൽകി സൗഖ്യം കൊടുത്തു. और तुरंत हम देखते हैं कि उस बेटे को परमेश्वर ने एक बड़ी चंगाई और छुटकारा दे दिया। പിന്നത്തേതിൽ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ പോയി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ആം, ആ വ്യക്തിയെ, ആ മകനെ വിടുവിക്കുവാൻ, അവന് ഒരു പൈശാചിക ശക്തിയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചു. और सब लोग जाने के पश्चात यीशु मसीह के चेलों ने यीशु के पास जाकर हमें इस प्रकार से पूछने लगा कि यीशु, हमारे द्वारा ये लड़के को क्यों आमीन चंगाई नहीं അവർ देना हुआ। അവർ പ്രാർത്ഥിച്ചത് ശരി തന്നെയാണ്, എങ്കിലും അല്പം പോലും വിശ്വാസമില്ലാത്തതായ പ്രാർത്ഥനയായിരുന്നു അവരുടേത്. चेलों ने सही रीति से प्रार्थना तो किया था, परंतु उनके प्रार्थना के अंदर थोड़ा भी विश्वास नहीं पाया गया था। കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ തങ്ങളോടുകൂടെ ക്രിസ്തു ഉണ്ട് എന്നുള്ളതായ ആ വിശ്വാസം ഇല്ലാതെയായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. उनके साथ यीशु मसीह है या यीशु मसीह का आमीन उस उपस्थिति है कर बिल्कुल भी विश्वास न रखते हुए उन्होंने इस विषय के लिए प्रार्थना किया था।
യേശുക്രിസ്തുവിൽ ആശ്രയിക്കാതെയും യേശുവിൽ യേശുവിന് ഇത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതായ വിശ്വാസമില്ലാതെ നാമും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു ഫലവും ഉണ്ടാകുകയില്ല. यीशु मसीह पर आसरा किए बिना या यीशु मसीह से प्रार्थना करेंगे तो इसका एक हल मुझे प्राप्त होगा, ऐसे विश्वास करे बिना हम कुछ भी करते हैं तो उसी से कोई लाभ या अर्थ नहीं बनेगा। അതിലുപരിയായിട്ട് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ആഴമായിട്ടുള്ളതായ ആ, ശക്തിയേറിയതായ ഒരു വിടുതൽ ഉണ്ടാകണം എന്നുള്ളതായ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ളതായ ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. और आई मीन इसके बजाय इनकी जो प्रार्थनाएं थी वो एक गहराई में रहने वाला या बड़े सामर्थ्य के साथ करने वाला एक प्रार्थना भी नहीं था। ആ, അത് മാത്രമല്ല, ഈ ഈ ജാതി ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസവും വേണമെന്ന് യേശു പഠിപ്പിച്ചു. और इतना ही नहीं, यीशु मसीह ने ये बात को भी अपने लोगों को सिखा कर रखे थे कि इस प्रकार की जाति हटना है तो प्रार्थना के साथ उपवास भी करना बहुत जरूरी होता है। ചില വിഷയങ്ങളുടേതായ സങ്കീർണമായ ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടിയും ആ, വളരെ ഇന്റൻസീവ് ആയിട്ടുള്ളതായ ആ, ഒരു പ്രാർത്ഥന, ജീവിതത്തിൽ ചില കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് ആം, അതെ ആ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ തീവ്രമായ ഒരു പ്രാർത്ഥന കഴിക്കുന്നതിന് എത്രയും നാം ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. कुछ चीजों को हमें जीवन में प्राप्त करने के लिए एक प्रभावी रूप से प्रार्थना करना आमीन बहुत जरूरी है। और साथ साथ आमीन खाना या भोजन या उन चीजों को अपने जीवन से वर्जित करते हुए प्रभु की उपस्थिति में पूर्ण समय बिताते हुए आमीन प्रार्थना करने की एक अनुभव को ही हम उपवास और प्रार्थना कर कर कहते हैं। അതുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയും ആ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരു വിടുതൽ നടക്കുമെന്ന ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയാണെങ്കിൽ വലിയ വിടുതലുകൾ ഈ നാളുകളിൽ നാം കാണുന്നതിനിടയായിത്തീരും. इसलिए याद रखना है कि उपवास और प्रार्थना के साथ यदि हम अमीन परमेश्वर की उपस्थिति में एक बड़ी छुटकारा के लिए हम उम्मीद करते हुए प्रभु के सम्मुख में रहते हैं तो इन दिनों में परमेश्वर की ओर से हमारे जीवन में एक बड़े छुटकारा को हम देख भी पाएंगे। കടഭാരം കൊണ്ട് അല്ലെങ്കിൽ ആ, വീട്ടിൽ നാം അനുഭവിക്കുന്നതായ ചില പ്രതികൂല സാഹചര്യങ്ങളും മറ്റുള്ളവരുടേതായ മദ്യപാനം തുടങ്ങിയതായ പ്രശ്നങ്ങൾ കൊണ്ട് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ ഒരു സ്പർശനം നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുടെ അനുഭവിക്കാനിടയായിത്തീരും. और यदि आप में से कोई है जो किसी प्रकार के कर्ज में से या आमीन बिल्कुल भी आप सीधे नहीं खड़े रह पाते हैं, ऐसी स्थिति में से आप होकर जा रहे हैं तो यीशु मसीह के पास यदि आप आते हैं तो आप आज के दिन में परमेश्वर की ओर से एक छुटकारा और चंगाई को प्राप्त करके जा पाएंगे। ശാരീരികമായ രോഗത്താൽ നാം ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുവാൻ യേശുവിൻ്റെ ഒരു സ്പർശനം മതിയാവും. यदि आप शारीरिक रीति से कई प्रकार के क्लेश और तकलीफों में से होकर जा रहे हैं तो यीशु मसीह का वो उपस्थिति से आपके जीवन में एक बड़ी छुटकारा को आप प्राप्त कर पाएंगे। ജീവിതഭാരത്താൽ ആം, ആം, ഹൃദയവേദനയോടുകൂടി, നുറുങ്ങിയ ഹൃദയത്തോടുകൂടി, തകർന്ന ഹൃദയത്തോടുകൂടി നാം ആയിരിക്കുന്നുവെങ്കിൽ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. यदि आप जीवन में बोझ और अपने अमीन जीवन में आने वाली समस्याओं से आप टूटे हुए अवस्था में हैं या दबे हुए अवस्था में आप अपने आप को पा रहे हैं तो यीशु मसीह के पास आने से आपके जीवन में आप उस हल्केपन को और आश्वासन को प्राप्त कर पाएंगे। നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിലപിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഒരു സ്പർശനം മതിയും, അത് യേശു നിങ്ങളെ സഹായിക്കും. यदि आपको सहायता करने के लिए कोई नहीं है, इस प्रकार से आप आमीन आमीन आंसू बहा रहे हैं तो यीशु मसीह का एक स्पर्श काफी है कि वो आपको अपने जीवन में छुटकारा दिला सकता है। യേശു അവളുടെ ശിരസിൽ കരം വെച്ചു, അവൾക്ക് സൗഖ്യം വന്നു. यीशु मसीह ने उस स्त्री के सिर पर हाथ रखकर उसे അവൾ
അവൾ ദൈവത്തെ സ്തുതിച്ചു എന്ന് നാം വായിക്കുന്നു. और उसके पश्चात हम वचन देखते हैं कि वो जो है यीशु मसीह की परमेश्वर की स्तुति करने लगी। ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും വിടുതൽ പ്രാപിച്ചതായ ആ സ്ത്രീയും ദൈവത്തെ മഹത്വപ്പെടുത്തി. यीशु मसीह से चंगाई प्राप्त किया वो स्त्री जो थी वो यीशु मसीह का धन्यवाद भी करने लगा। യേശു അനേക അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു താൻ ദൈവമാണ് എന്ന് തെളിയിച്ചു. यीशु मसीह ने जो है अनेक प्रकार के अमीन चिन्ह और चमत्कारों को किया और अनेकों को यीशु मसीह ने अपने जीवन में से चंगाई भी प्रदान कराए। യേശു ജഡം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു എങ്കിലും ആ, യേശു തൻ്റെ ദിവ്യമായിട്ടുള്ളതായ ആ ആ ക്യാരക്ടറിസ്റ്റിക്സ് യേശുവിൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെട്ടു. यीशु मसीह जो है अपने जीवन में देहधारी होकर यहाँ पर प्रकट हुआ, मनुष्यों के बीच में डेरे डाले तो भी यीशु मसीह के चरित्र में से उन बातों को यीशु मसीह ने लोगों को चंगाई देने के लिए उपयोग भी किया है। അവളുടേതായ ആ ദുരന്തത്തിന് ഒരിക്കലും ഒരു പരിഹാരമില്ല എന്ന് വിചാരിച്ചിരുന്ന ആ വിഷയത്തിന്റെ മേലെ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി. उस स्त्री के जीवन में जो आए हुए संकट हैं, जो उसमें कोई भी प्रकार का आमीन छुटकारा वो अपने जीवन में अनुभव नहीं कर सकती, ऐसी स्थिति में परमेश्वर ने उनके जीवन में चंगाई को लेकर आए। വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആം, ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതല് ഒരു സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. और यदि हम भी अपने जीवन में आमीन बड़े विश्वास योग्यता के साथ परमेश्वर की आराधना कर रहे हैं या प्रभु की सेवा कर रहे हैं, तो हम भी अपने जीवन में प्रभु की ओर से चंगाई को अनुभव कर पाएंगे। ഈ വലിയ വിടുതൽ പ്രാപിച്ചതായ ഈ സ്ത്രീ പിന്നെ നിരന്തരമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിച്ചു. और इस बड़ी छुटकारा को पाया वो जो स्त्री थी, वे आमीन प्रभु की निरंतर आराधना करते हुए, स्तुति करते हुए, महिमा करते हुए अपने जीवन को वो जी रही थी। ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ ദൈവം ചെയ്ത മഹാ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയുവാനും കഴിയും, ഓർക്കുവാനും കഴിയും. അതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും വേണം. आज इस सेवकाई में बैठे हुए लोग, यदि आप अपने जीवन को आमीन थोड़े आमीन मुड़ कर देख रहे हैं, तो परमेश्वर ने हमारे जीवन में किए हुए ऐसे महान कार्यों के लिए हम परमेश्वर का स्तुति कर सकते हैं, धन्यवाद कर सकते हैं, आराधना महिमा भी हम कर सकते हैं। നമ്മുടെ ശരീരത്തില് ആം, ശ്വാസകോശം, ലങ്സ് ദൈവം അതെ ആ ഒരു ഓർഗൻ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. और हमें अपने हमें शरीर में परमेश्वर ने जो है हमें श्वास लेने की वो जो हमें अंग है वो प्रभु ने हमें दे रखा है। അങ്ങനെ ഈ ശ്വാസകോശം നിർമ്മിച്ചതായ ദൈവം ആവശ്യമായിട്ടുള്ളതായ ഓക്സിജനെയും നമുക്ക് നൽകിയിരിക്കുകയാണ്. तो जो हमें फेफड़े को बनाया वो परमेश्वर ने जो है उसमें पर्याप्त रीति से जो ऑक्सीजन की आवश्यकता है श्वास लेने के लिए, वो भी प्रभु ने दे रखा है। ഓക്സിജൻ ആവശ്യം പോലെ നമുക്ക് ശ്വസിക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. और ऑक्सीजन जो है जितना हमें आवश्यकता है उतना हमें अंदर लेने के लिए हमें उसका हमें सुविधा भी परमेश्वर ने दिया हुआ है। ആകയാൽ ഓരോ പ്രാവശ്യവും ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. तो ऐसा है तो एक एक बार जब हम अपने अंदर उस श्वास को अंदर बाहर लेते हैं, उस समय में सब हम प्रभु का स्तुति करते रहना है। ചില വർഷങ്ങൾ ഈ ആസ്മാ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന് കഴിയാതെ വളരെയധികം ക്ലേശിച്ചതായ നാളുകളുണ്ടായിരുന്നു. और प्रभु के दास भी अपने जीवन में जो है अस्थमा के बीमारी को अनुभव करते हुए कई समय तक वे सही रीति से श्वास नहीं ले पाते हैं, ऐसी स्थिति में से वो होकर गुजरे हैं। എത്രമാത്രം മരുന്നുകൾ ഉപയോഗിച്ചുവെങ്കിലും ഒരു ശമനവും ഉണ്ടായില്ല.
कितने सारी दवाइयों का प्रयोग उन्होंने किया, फिर भी उनके जीवन में किसी भी प्रकार का आमीन चंगाई या छुटकारा वे प्राप्त नहीं कर पाए। ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആയിരുന്നു ഒന്ന് നേരം ഇരുട്ടിയെങ്കിൽ എന്ന്. और एक एक दिन सवेरे होने के समय में ऐसे सोच में आता था कि किसी भी प्रकार से रात हो जाता तो कितना अच्छा रहता। നേരം ഇരുട്ടുമ്പോൾ विचारिക്കും ഒന്ന് പ്രഭാതമായി എങ്കിൽ എന്ന്. और जब रात हो जाते थे तो इस प्रकार से मन में आता था कि किसी भी रीति से अगर सवेरा आ जाता, सवेरे की किरणें आ जाती तो कितनी अच्छी होती। പല സന്ദർഭങ്ങളിലും അബോധാവസ്ഥയിലായി ആ, ആശുപത്രിയിൽ अभയം തേടേണ്ടി വന്നിട്ടുണ്ട്. और कई क्षणों में ऐसा हुआ है कि बेहोश होकर अस्पतालों में भर्ती कराना भी पड़ा है। ആ, പ്രിയരെ, അത് വളരെ ഒരു വലിയ വിടുതലായിരുന്നു. और प्रिय लोगों, ये जो थे हमारे जीवन में एक बड़े छुटकारा का कारण रहा। ദൈവത്തിന്റെ ഒരു സന്ദർശനം, ആ, ഒരു ദൈവദൂതൻ തന്നെ എൻ്റെ അടുക്കലേക്ക് വരികയും ആ, അത് വ്യക്തമായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതിനുശേഷം ആ, ദൈവം എനിക്ക് അത്ഭുതകരമായിട്ടുള്ളതായ സൗഖ്യം തന്നു. परमेश्वर का एक बड़ा कार्य मैंने अपने जीवन में अनुभव किया। परमेश्वर का स्वर्गदूत स्वयं उतर आते हुए एक अनुभव मुझे हुआ, और परमेश्वर ने मुझे ऐसे बीमारियों से चंगाई दे दिया। അതെ, ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജിന്റെ മൂന്നാമത്തെ നിലയിലെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോകുന്നതിന് പലപ്പോഴും കഴിയാതെ ഞാൻ വളരെ ആ, ക്ഷീണിതനായിട്ട് വളരെ ദുർബലനായിരുന്നതായ സന്ദർഭങ്ങളെ ഞാൻ ഓർക്കുന്നു. और प्रभु के दास जिस कॉलेज में कार्य करते थे, नौकरी करते थे, वहां उनके प्रधानाचार्य को मिलने के लिए जो तीसरे मंजिले में थी, वहां तक भी वे उनके पास तक चढ़कर जा नहीं पाते थे। ऐसे बहुत कमजोर स्थिति में वे अपने आप को पाते थे। ആ, ഇതൊരു ഈ രോഗത്തിന് ആ, മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടർമാര് എന്നെ ആം, നിരാശനാക്കി. और इस प्रकार की बीमारी को कोई भी इलाज नहीं है, इस प्रकार से कहते हुए डॉक्टरों ने कई बार हमें निराश कर दिया। വളരെ ആരോഗ്യവാനായിട്ടുള്ളതായ ഒരു പുഞ്ചിരിയോട് കൂടിയുള്ള ഒരു ദൈവദൂതനെയാണ് എനിക്ക് ദർശനത്തിൽ കാണുവാൻ കഴിഞ്ഞത്. और बड़े आरोग्य के साथ मुस्कुराते हुए एक स्वर्गदूत को मैंने अपने दर्शन में प्रभु ने मुझे दिखाया था। പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്ന ദൈവദൂതൻ ആ, ആ, അപ്രത്യക്ഷമായി. അതോടുകൂടി രോഗം പൂർണ്ണമായിട്ടും നീക്കപ്പെട്ടു. और मुस्कुराते हुए जो स्वर्गदूत मेरे निकट आए थे, वो आकर जैसे ही वो मेरे सामने से दृश्य से गायब हो गया, उसी से मेरे अंदर की हर एक प्रकार की जो बीमारी की आत्मा थी वो भी दूर हो गई। എൻ്റെ ലങ്സിന് ശക്തിയുണ്ടായി. അതിനുശേഷം എനിക്ക് എവിടെയും കടന്നു പോകുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമൊക്കെ ആ, അനവധിയായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചു. और उसके पश्चात मेरे जो फेफड़े हैं उसको अच्छा आरोग्य और तंदुरुस्ती हुआ, और उसके बाद मुझे कहीं और जाने आने में भी परमेश्वर ने मुझे सहायता किया है। ഹൈ റേഞ്ച് പ്രദേശമായ ഇടുക്കിയിലെ പല സ്ഥലങ്ങളിലും പോയി ആ, ചില വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവം എനിക്ക് ശക്തി തന്നു. ऊंची स्थानों में, पहाड़ी जगहों में, जैसे केरल में इडुक्की नाम का जगह है, वहां पर भी जाकर कई समय तक परमेश्वर की सेवकाई करने के लिए परमेश्वर ने मुझे अवसर दिया है। ഭൂട്ടാൻ, നേപ്പാൾ ബോർഡറുകളിലും പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളിലും അനവധി പ്രാവശ്യം കടന്നു പോകുന്നതിനും ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനുള്ള കരുത്ത് എനിക്ക് കർത്താവ് നൽകി. भूटान, नेपाल की सीमाओं तक जाने के लिए और पश्चिम बंगाल में भी जाकर अनेक बार परमेश्वर की सेवकाइयों में भाग लेने का अवसर परमेश्वर ने मुझे उसके पश्चात दिया है। അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമുക്ക് ശ്വാസോച്ഛ്വാസം നടത്തുവാൻ കഴിയുമ്പോൾ നാം ദൈവത്തെ നിശ്ചയമായിട്ടും സ്തുതിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് ഉറപ്പോടുകൂടി നിങ്ങളെ അറിയിക്കുവാൻ കഴിയും. और इसी कारण से मैं आपसे ये बात को बड़े
अच्छे हियाब के साथ मैं कह पाता हूं कि एक एक बार जब हम श्वास अंदर बाहर लेते हैं, हमारे जीवन परमेश्वर का स्तुति करने का योग्य अवस्था में रहना जरूरी है। നാം ജീവനോടിരിക്കുന്ന ദൈവത്തിന്റെ കരുണ എത്രയും. हम जीवित हैं तो ये परमेश्वर का अनुग्रह है और प्रभु की भलाई ही है। നാം ഇനി ശ്വാസം എടുക്കണ്ടായെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്നും നീക്കപ്പെടും. यदि प्रभु ये बात का निर्णय लेता है कि हम आज श्वास लेना बंद कर दे, तो उसी के द्वारा हमारे जीवन का अंत भी आमीन साबित होता है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസവും ദൈവത്തിന് ഒരു സ്തുതിയായിരിക്കട്ടെ. इसलिए हमारे जीवन में एक एक क्षण जो हम श्वास अंदर बाहर लेते हैं, वो भी परमेश्वर का स्तुति का एक कारण होने पाए। ആർക്കും സഹായിക്കുവാൻ കഴിയാതിരുന്നതായ ഒരു സാഹചര്യത്തില് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടു. और कोई भी हमें सहायता नहीं कर सकता, ऐसी स्थिति में प्रभु के दास के जीवन में परमेश्वर ने काम किया। ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായ വിടുതൽ അതൊരു വലിയ അത്ഭുതമായിരുന്നു. ये स्त्री के जीवन में हुई छुटकारा या जो चंगाई है, ये बड़ी एक अद्भुत बात रही है। അവൾക്ക് ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? और वे स्त्री जो है, ये परमेश्वर को किस प्रकार से स्तुति ना कर सके, ऐसे वो बैठ पाएगी। നിങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ സഹായിക്കുവാൻ ഒരുവനുണ്ട്. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. आप जिस परिस्थिति में हैं, वहां पर आपको सहायता नहीं कर पा रहे, ऐसे एक स्थिति में आप अपने आप को पाए हैं, तो निश्चय है कि यीशु मसीह आपके करीब आकर आपको सहायता कर सकता है। ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായ സങ്കീർണമായ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലയേറിയതായ വ്യക്തിയത്രേ. यदि आप अपने जीवन में सबसे बड़े तकलीफों से और बड़े समस्याओं से आप होकर गुजर रहे हैं, तो आपके जीवन में यीशु मसीह आपकी सहायता कर सकता है। യേശു യേശുവിലൂടെ ഒരു വലിയ വിടുതൽ ശുശ്രൂഷ അവിടെ നടന്നപ്പോൾ പള്ളിപ്രമാണികളും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ ചോദ്യം ചെയ്തു. यीशु मसीह के जीवन से जब बड़े छुटकारा और चंगाई का कार्य होने लगा, तो जो आराधनालय का जो सरदार लोग हैं और आराधनालय में जो मुख्य लोग थे, वे यीशु मसीह के इस कार्य का आमीन सवाल उठाने लगे। അവർ ചോദിച്ചതായ ചോദ്യം സൗഖ്യമാക്കിയതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഈ ശബത്ത് നാളിൽ അത് വേണമായിരുന്നോ എന്നാണ് ചോദിച്ചത്. उन्होंने ये सवाल वहां पर पूछने लगे कि आपने चंगाई जो दिया है वो बहुत अच्छी बात है, परंतु क्या सबत के दिन में ऐसे कार्य करना जरूरी था। അപ്പോൾ നിയമപ്രകാരം മറ്റ് 6 ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും വന്ന് സൗഖ്യമാക്കിക്കോ എന്നാണ് അവരെ യേശുവിനോട് പറഞ്ഞത്. तो उनका कहना यह इस प्रकार से है कि कायदे के अनुसार बाकी 6 दिन तो बाकी हैं, तो आप वो 6 दिन में कभी भी आकर कितना भी चंगाई करके जाने में हमें कोई दिक्कत नहीं है। അപ്പോൾ യേശു അവരോട് ചോദിച്ചു, ആ, ഒരു ഒരു ശബത്ത് നാളില് ഒരു ആടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴുതയോ അത് 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 അപകടകരമായ നിലയിൽ വെള്ളത്തിൽ വീഴുകയോ മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ രക്ഷിക്കയില്ലയോ, അതിന് നിങ്ങൾ ആഹാരം കൊടുക്കുകയില്ലയോ എന്നൊക്കെ യേശു അവരോട് ചോദിച്ചു. तो यीशु मसीह उलट उनसे इस प्रकार से सवाल करता है कि यदि आप मान लीजिए कि सबत के दिन आपके कोई भेड़ बकरी जो है वो कहीं कुएं में गिर जाता है, तो तुम में से कोई क्या उसकी मदद नहीं करता। ജീവിതകാലം മുഴുവനും അത് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായിരുന്നതായ ആ സ്ത്രീക്ക് യേശു ചെയ്ത അത്ഭുതം കണ്ടപ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല. जीवन भर में अपने जीवन में कुबड़ी हुई अवस्था में कभी भी सीधे नहीं रह पाती, ऐसी स्थिति में पाए हुए एक स्त्री को सबत के दिन में यदि यीशु ने उसको चंगाई किया, तो बाकी लोग वो कारण से परमेश्वर की स्तुति भी नहीं कर पा रहे थे। ബാഹ്യമായിട്ടുള്ള മതപരമായ പ്രകടനങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയതായ ആ വ്യക്തികൾക്ക് വാസ്തവത്തിലെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു.
बाहरी रूप से या धार्मिक रूप से करने वाले कार्यों को आमीन देखते हुए आमीन अपने जीवनों को इस प्रकार से वे ले चल पा रहे थे कि वो यीशु मसीह के द्वारा किए हुए उस अद्भुत कामों को देखकर वो परमेश्वर को स्तुति भी नहीं कर पा रहे थे। അതുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ യേശു അവരെ വിമർശിക്കുകയും അവരോട് പറഞ്ഞു, നിങ്ങൾ കപടവിശ്വാസികളാണ് എന്ന്. और इस कारणवश हम देखते हैं बड़े कठोर शब्दों में यीशु मसीह उनको आमीन उत्तर देता है और उनसे इस प्रकार से भी कहता है कि तुम्हारा विश्वास जो है वो कपटियों का विश्वास के समान है। എന്നാൽ ആ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു സ്പർശന നിമിത്തം അത്ഭുതകരമായ സൗഖ്യം നേടിയതായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്നായിരുന്നു അവളുടെ ജീവിതത്തിലെ സ്വസ്ഥതയുള്ളതായ ശബത്ത് എന്ന് പറയുന്നത്. लेकिन उस दिन में अद्भुत रीति से उस स्त्री को परमेश्वर ने जो चंगाई प्रदान किया था उसी के कारणवश हम देखते हैं कि वो स्त्री अपने जीवन में सबसे पहला ऐसा एक अद्भुत कार्यों को उन्होंने देखा होगा। ആ, യേശു നമ്മുടെ ജീവിതത്തിൽ അത് വരുന്ന നാളിൽ അപ്പോഴാണ് നമുക്ക് സന്തോഷവും അതുപോലെ ദൈവികമായ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത്. यीशु मसीह जिस समय में हम अपने जीवन में उतर आते हैं तभी ही हम अपने जीवन में आमीन आनंद को और शांति को और चंगाई को हम अपने जीवन में अनुभव कर पाएंगे। യേശു ഉള്ള വ്യക്തികൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, സ്വസ്ഥതയുണ്ട്. यीशु मसीह जिसके अंदर है उसी के अंदर आमीन छुटकारा है, चंगाई है और आनंद भी दिखाई देते हैं। അതാണ് ക്രിസ്തുവിലൂടെയുള്ളതായ ശബത്ത് എന്ന് പറയുന്നത്. और वही है यीशु मसीह के द्वारा जो शब्द हमें प्रभु देता है। ജീവിതത്തിൽ താങ്ങാനാവാത്ത ഭാരം വഹിച്ചുകൊണ്ട് കഷ്ടതയോടുകൂടിയും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ മധ്യേയും വലയുകയാണ് എങ്കിൽ ഇത് അത് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലാം. जीवन में आप सहन नहीं कर पा रहे हैं ऐसे बड़े बोझ के साथ और बड़ी समस्याओं में आप उलझी हुई स्थिति में आज अपने आप को आप देख रहे हैं तो यीशु के पास आए तो वो आपको समाधान और चंगाई दे सकता है। തൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ, പ്രതികൂലങ്ങൾ നോക്കാതെ, ശരീരത്തിൻ്റെതായ കൂനിയായിരിക്കുന്ന അവസ്ഥ നോക്കാതെ അവൾ നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. അത് അവളുടെ ഹാബിറ്റായിരുന്നു, സ്വഭാവമായിരുന്നു. अपने परिस्थिति को ना देखते हुए अपने आमीन तकलीफों को ना ध्यान देते हुए आमीन कुबड़े हुई स्थिति में भी निरंतर रीति से वे परमेश्वर की आराधना करने के लिए स्तुति करने के लिए आराधनालयों में आया करती थी। നാം ആരാധനയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെതായ ആ കരസ്പർശം നമുക്ക് ഏൽക്കുവാൻ ഇടവരട്ടെ. हम आराधनाओं में प्रार्थनाओं में रहने के समय में वो परमेश्वर का आमीन द्वारा वो छुए जाने वाला एक अनुभव हम अपने जीवन में प्राप्त कर पाए। വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. विश्वास के साथ हम प्रार्थना करेंगे। ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. परमेश्वर ने किए हुए उपकारों को याद करते हुए प्रभु की स्तुति करेंगे। വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അത് യേശുവിലുള്ളതായ പ്രത്യാശയാണ് വിശ്വാസം എന്ന് പറയുന്നത്. हमारे अंदर विश्वास क्या है पूछा जाए तो यीशु मसीह के ऊपर जो हम भरोसा रखते हैं, जो आशा रखते हैं, वही हमारा विश्वास होता है। യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ എന്ന് പറയുന്നത് കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതായ വ്യക്തികൾ എത്രയാണ്. यीशु यहोवा के लिए इंतजार करने वाले लोग वो होते हैं जो यीशु मसीह पर अपनी आशा को लगाए हुए बैठे रहते हैं। യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കി കഴുകനെ പോലെ ചിറകടിച്ചു വരുന്ന അനുഭവം ഉണ്ടാകുമെന്ന് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. जो परमेश्वर के लिए इंतजार करते हैं वे उस उकाब के समान होंगे जो आमीन अपने आमीन पंखों को फड़फड़ाकर नया बल और सामर्थ्य को प्राप्त करते जाते हैं। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. इन वचनों के द्वारा प्रभु हम सबको अनुग्रह और आशीष देने पाए। आमीन। താങ്ക് യു സാജൻ പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ.